ശ്രീ അരുൺകുമാർ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എറണാകുളം അടക്കമുള്ള 7 ജില്ലകളിൽ, എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കഴിഞ്ഞു. ബാക്കി വടക്കോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നാളെ. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വരും എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ പലതും വന്നു. പക്ഷേ ഏറ്റവും താഴെ തട്ടിലെ ഭരണകൂടങ്ങളെ വിലയിരുത്തുക എന്ന പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ നിർവഹിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാത് ഇടങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളെ വിലയിരുത്തും, അവരുടെ പ്രതിനിധികളെ വിലയിരുത്തും, ഭരണാധികാരികളെ വിലയിരുത്തും, ഒപ്പം പൊതുരാഷ്ട്രീയ വിഷയങ്ങളും. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കഴിഞ്ഞ 9.5 വർഷത്തെ പ്രവർത്തനം കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക. അതിനൊരു തംസപ്പ് കിട്ടുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം മലബാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേന്ന് താങ്കൾക്കുണ്ടോ? പൂർണ്ണമായും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം തന്നെ ഡോക്ടർ മോഹൻ വർഗീസ് നിരീക്ഷിച്ച ആ നിരീക്ഷണങ്ങളോട് വളരെ സ്നേഹപൂർവ്വമുള്ള ഒരു എതിർപ്പ് രേഖപ്പെടുത്തട്ടെ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഏറ്റവും ഉള്ളിലിറങ്ങി, ഏറ്റവും താഴേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന രൂപത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും 1-2 വിഷയത്തിലോ ഉയർന്നു വന്ന ഏതെങ്കിലും രാഷ്ട്രീയ വിഷയത്തിലോ മാത്രം കേന്ദ്രീകരിച്ചിട്ടില്ല. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ ജീവൽ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണകൂടങ്ങളാണല്ലോ, പ്രാദേശിക ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രവർത്തനം മുതൽ മുകളിലേക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനം എല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പഞ്ചായത്ത് കൺവെൻഷനുകൾ, വാർഡ് കൺവെൻഷനുകൾ, കുടുംബയോഗങ്ങൾ, 4-5 തവണയുള്ള ഭവന സന്ദർശനം, സ്ഥാനാർത്ഥികളുടെ പൊതുവെയുള്ള പ്രചരണം, ഓപ്പൺ ജീപ്പിലെല്ലാം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ തുടർ പര്യടനങ്ങൾ, അതുപോലെ പഞ്ചായത്ത് റാലികൾ, നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾ, അതുപോലെ വായനശാല ക്ലബ്ബുകളെല്ലാം സംഘടിപ്പിക്കുന്ന മീറ്റ് ദി കാൻഡിഡേറ്റ്, ഓപ്പൺ ഡിബേറ്റ്, അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നിരവധി അവസരങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഈ നാട്ടിൽ വന്ന മാറ്റം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു ദിവസം 137 വീടുകൾ പണി പൂർത്തീകരിച്ച് താക്കോല് കൊടുക്കുന്നു. UDF തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ അംഗീകരിക്കുകയാണ്, ലൈഫ് പദ്ധതിയുടെ പേരിൽ 4,72,000 വീട് മാത്രമേ LDF ഗവൺമെന്റ് കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയെങ്കിലും അദ്ദേഹം അംഗീകരിച്ചു. ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്ന ഗവൺമെന്റാണ്. കാരണം ഇത്രയും കഴിഞ്ഞ ഈ 2 ഗവൺമെന്റിന്റെ കാലയളവിൽ 4,20,000 പേർക്ക് പട്ടയം കൊടുത്തു. ഒരു ദിവസം 89 പേർക്ക് സർക്കാർ നിയമനം കൊടുത്തു എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഗവൺമെന്റാണ്. കാർഷിക രംഗത്ത് വന്ന മാറ്റം, വ്യവസായ രംഗത്ത് വന്ന മാറ്റം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വന്ന മാറ്റം, അതുപോലെ എല്ലാ രംഗത്തും നമ്മളെ ആക്ഷേപിച്ചിരുന്നവർ കടമാണ്, കേരളം കടമെടുത്തിരിക്കുന്നു, ശ്രീലങ്കയാകാൻ പോകുന്നു, ഏറ്റവും കൂടുതൽ കടമുള്ള 14 സംസ്ഥാനങ്ങളുടെ പട്ടിക ഈ രാജ്യത്ത് വരുമ്പോൾ അതിൽ പോലും നമ്മളില്ല. അതുപോലെ പെൻഷൻ കുടിശ്ശികയില്ല, അതുപോലെ സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം എടുത്ത് പരിശോധിച്ചാൽ വർഗീയ കലാപങ്ങളില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടില്ല, ആരോഗ്യരംഗത്ത് വന്നിരിക്കുന്ന വലിയ മാറ്റം, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നും വിറ്റഴിച്ചിട്ടില്ല. അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ജനങ്ങൾ ലൈവായിട്ട് കാണുകയാണ്. അതിൽ ഒന്നാമത് പശ്ചാത്തല വികസന രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയപാത, ജലമെട്രോ, AI ക്യാമറ, K-ഫോൺ, 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്, ആരോഗ്യരംഗത്തെ മാറ്റം. രണ്ടാമത് പശ്ചാത്തല വികസന രംഗത്ത് വരുന്ന മാറ്റത്തോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ രംഗത്ത് വന്ന മാറ്റം. ഈ ഗവൺമെന്റ് വരുമ്പോൾ 600 രൂപ പെൻഷൻ, 18 മാസം കുടിശ്ശിക, അതിപ്പോൾ 2,000 രൂപയായി മാറി. 64 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 34 ലക്ഷം പേർക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് പെൻഷൻ. ആകെ ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 2.25 കോടി. അതിൽ 1,05,00,000 പേർ വിവിധ പെൻഷന്റെ ഭാഗമായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വൻകിട വികസന പ്രവർത്തനങ്ങൾ, കല്ലിട്ടാൽ കപ്പലോടില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ വൻകിട വികസന പ്രവർത്തനങ്ങളാണ് സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചത്. ഇതെല്ലാം ജനങ്ങൾ നോക്കി കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. ഇത്തരത്തിൽ അത് മാത്രമല്ല, ഇപ്പൊ ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം, ജപ്തി, കുടിയൊഴിപ്പിക്കലില്ല, 5 സെന്റ് വരെയുള്ള വീടുകൾ ജപ്തി ചെയ്യാൻ പാടില്ലെന്ന നിയമനിർമ്മാണം, അതോടൊപ്പം തന്നെ നിരവധി നമുക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിച്ച വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്റ്റ് ഷൂട്ട് നടത്താനുള്ള നിയമനിർമ്മാണം അടക്കം അമാനുഷികമായി പലതും കണ്ടത് കഴിഞ്ഞ 9.25 വർഷമായിട്ട് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ പ്രാദേശികമായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം കണ്ടു തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. LDF സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ചരിത്രത്തിൽ 2ാം തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വൻ മുന്നേറ്റം സൃഷ്ടിക്കും.